വെൽക്കം ബാക്ക് ടു സ്കൂൾ. അപ്പോൾ ഇന്ന് ജൂൺ 2 ആണ്. ഇന്നാണ് 2 മാസങ്ങൾക്ക് ശേഷം സ്കൂളിൻ്റെ റീ ഓപ്പണിംഗ് ഡേ ആണ്. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയാണ്. കാരണം കുട്ടികളെല്ലാവരും വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് വരികയാണ്. അപ്പോൾ ടീച്ചേഴ്സ് നേരത്തെ എത്തി. വേറൊന്നല്ല, ആ കുട്ടികൾ വരുന്നതിന് മുമ്പ് നമ്മളിവിടെ റെഡിയായി നിൽക്കുകയാണ്. പുതിയ ഒരുപാട് കുട്ടികൾ ന്യൂ അഡ്മിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്ന സമയത്ത് അവർക്ക് ക്ലാസ്സും കാണിച്ചു കൊടുക്കാനും ക്ലാസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ താഴെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ടീച്ചേഴ്സ്. കുട്ടികളെല്ലാവരും സ്കൂൾ ബസ്സിലാണ് വന്നത്. പാരൻസ് ഒന്നുമില്ല, കുട്ടികൾ മാത്രമാണ് ഈ റീ ഓപ്പണിങ്ങിനുള്ളത്. ടീച്ചേഴ്സ് എല്ലാവരും ഇന്നൊരു പിങ്ക് കളറായിരുന്നു. പിങ്കിൻ്റെ പല വേർഷനും നിങ്ങൾക്ക് കാണാം. പീച്ചും പിങ്കും മച്ചന്തയും എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. മാമിൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൂവുണ്ടല്ലോ, അത് നമ്മളുടെ കുട്ടികൾക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവറാണ്. പിന്നെ ഇത് കുട്ടികളുടെ തന്നെ ഫോട്ടോസ് എടുക്കാനുള്ളൊരു സെക്ഷനാണ്. അവിടെ നമ്മൾ ടീച്ചേഴ്സ് തന്നെ ആദ്യം ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഞാൻ നേരെ ക്യാൻറ്റീനിലേക്ക് വന്നു. ചപ്പാത്തിയും അതുപോലെ പൊട്ടാറ്റോയും കറിയായിരുന്നു. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു, അത് കഴിച്ചു. ഇവിടെ നമ്മുടെ നാനിമാരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊന്ന് സംസാരിച്ചിട്ടാണ് ഞാൻ നേരെ കഴിക്കാൻ വേണ്ടി പോയത്. ഇത് നമ്മുടെ നദീറ മാമാണ്. മാം പുതിയ ലൈബ്രറിയനാണ്. മാമിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. മാമിൻ്റെ മാത്രമല്ല, നമ്മുടെ സ്വന്തം PE മാമാണ്, സൗമ്യ മാമാണിത്. മാമിൻ്റെയും കൂടെ ബർത്ത്ഡേ ആണെന്ന് ഇപ്പോഴാണ് നമ്മൾ അറിയണത്. രണ്ടാളുടെയും ബർത്ത്ഡേ ആണ് ഇന്നെന്നുള്ളത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് അവരെ വിഷ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ കുട്ടികളൊക്കെ ഏട്രിയത്തിലേക്ക് വന്ന് എല്ലാവരെയും അറേഞ്ച് ചെയ്ത് നിർത്തുകയാണ്. ഇനി നമ്മളുടെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കുട്ടികളുടെ തന്നെ അസംബ്ലി ആയിരുന്നു. ടീച്ചേഴ്സ് കുട്ടികളെയൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്തി. ആ സമയത്താണ് ജൂൺ 2 വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ടല്ലോ, മഴ എത്തിയിട്ടുണ്ട്. ഭയങ്കര മഴയായിരുന്നു. മഴയും കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിലും നല്ല മഴയും സൗണ്ടൊക്കെ ആയിരുന്നു. നമ്മളുടെ അസംബ്ലി അകത്താണ് സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളുടെ അസംബ്ലി ആയിരുന്നു. കുട്ടികളുടെ വെൽക്കം സോങ്ങും അതുപോലെ തന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാമിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇത് ചെസ് ടൂർണമെൻറ്റിന് പ്രൈസ് കിട്ടിയ കുട്ടിയും അതുപോലെ നമ്മുടെ സ്വന്തം ഹിമ മാമാണ്. മാമിനും സംസ്ഥാനത്ത് നല്ല മികച്ച പാട്ടുകാരിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അവരെയൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ നമ്മളുടെ ലഡു വന്നു. നമ്മളുടെ ആഘോഷം എന്ന് പറയുന്നത് മധുരമാണല്ലോ. അപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് സ്വീറ്റ്സ് എന്ന് പറയുന്നത്. അതും ലഡു തന്നെയാണ്. അപ്പോൾ ലഡു ഇതാ കുട്ടികൾക്ക് എല്ലാവർക്കും നാനിമാർ സെർവ് ചെയ്യാണ്. ഇത് നമ്മളുടെ ഈ വർഷത്തെ കോർഡിനേറ്റേഴ്സും അതുപോലെ ജനറൽ കോർഡിനേറ്ററും അക്കാഡമിക് കോർഡിനേറ്ററും ഒക്കെയാണ്. അവരൊക്കെ അവരെ പരിചയപ്പെടുത്തും. അതൊക്കെ കഴിഞ്ഞിട്ട് മാം കുട്ടികൾക്ക് വേണ്ടി ഒരു ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തു. അതും കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ലഡുവും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വാങ്ങി കഴിച്ചു. അതിനുശേഷം നമ്മുടെ അസംബ്ലി കഴിയുകയാണ്. നാഷണൽ ആന്തമൊക്കെ പാടി കുട്ടികളെല്ലാവരും ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ നോർമൽ ക്ലാസ്സുകളൊന്നുമില്ല. ഇന്നിപ്പോൾ അവരുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ന്യൂ സ്റ്റുഡൻസിനെ കൊണ്ട് അവരുടെ സെൽഫൊക്കെ പറയിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.